അത് ബിസിനസ് റെഗുലേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്താണെന്നുള്ളതാണ്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്താണെന്നുള്ളതായിരുന്നു. അതിലെ മോഡ്സ് ഓഫ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റിലെ ലാസ്റ്റ് ഐറ്റമായിട്ട് നമ്മൾ പറഞ്ഞതായിരുന്നു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ളത്. ആ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൻ്റെ റെമഡീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസിൻ്റെ എല്ലാം തന്നെ ലിങ്കുകൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ചാനലിൻ്റെ പ്ലേലിസ്റ്റോ സന്ദർശിക്കുകയാണെങ്കിൽ ലഭിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് നിങ്ങൾ താഴെ നൽകണമെന്നും കൂടെ ജസ്റ്റ് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഈ വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്താണ്? ഏതൊരു കോൺട്രാക്റ്റും അതിലെ പാർട്ടീസിന് ഏതാനും ഒബ്ലിഗേഷൻസ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അല്ല, അവരവർ ഓരോ പാർട്ടിയും ഏതാനും പ്രോമിസുകൾ പെർഫോം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പാർട്ടി അവരുടെ പ്രോമിസ് പെർഫോം ചെയ്യുന്നതിൽ ഫെയിൽ ആവുമോ അല്ലെങ്കിൽ അത് അവഗണിക്കുകയോ അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് പറയാം? ആ പാർട്ടി ബ്രീച്ച് ചെയ്തു എന്ന് പറയാം, അല്ലെങ്കിൽ അവിടെ ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് നടന്നു എന്ന് പറയാം. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു കോൺട്രാക്റ്റിലെ പാർട്ടീസിന് അവരവരുടേതായ പ്രോമിസ് പെർഫോം ചെയ്യാന്ന് പറയുന്ന ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു പാർട്ടി അവരുടെ പ്രോമിസ് പെർഫോം ചെയ്യുന്നതിൽ പരാജയപ്പെടുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ആ പാർട്ടി അവിടെ ബ്രീച്ച് കോൺട്രാക്റ്റ് വരുത്തി നമുക്ക് പറയാം. അപ്പം ഇത് നടന്നു കഴിഞ്ഞാൽ അഗ്രീവ്ഡ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഇഞ്ചോർഡ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അതായത് ആരാണോ കോൺട്രാക്റ്റിൽ ബ്രീച്ച് വരുത്തിയത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാർട്ടി, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു റൈറ്റ് ഓഫ് ആക്ഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ റൈറ്റ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഈ ബ്രീച്ച് വരുത്തിയ പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഇഞ്ചോർഡ് പാർട്ടിക്ക് കിട്ടുന്ന ഒരു റെമഡിയാണ്. അപ്പോൾ എന്തെല്ലാം റെമഡീസാണ് ഒരു ഇഞ്ചോർഡ് പാർട്ടിക്ക് ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം കോൺട്രാക്റ്റിൻ്റെ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിലെ റെമഡീസാണ് നമ്മളിവിടെ പറയുന്നത്. അതിൽ റെസഷൻ ഓഫ് കോൺട്രാക്റ്റ് ഉണ്ടാവാം, സ്യൂട്ട് ഫോർ ഡാമേജസ്, suit upon quantum merit, suit for specific performance of contract, suit for injunction. ഇത് ഓരോന്നും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം റെസഷൻ ഓഫ് കോൺട്രാക്റ്റ് എന്താണെന്ന് നോക്കാം. റെസഷൻ ഓഫ് കോൺട്രാക്റ്റ്. റെസഷൻ മീൻസ് ക്യാൻസലേഷൻ, റിവോക്കേഷൻ ഓർ പുട്ടിങ് ആൻ എൻഡ് ടു എ കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കുക എന്നുള്ളതിനാണ് നമ്മൾ റെസഷൻ എന്ന് പറയുക. അപ്പം നമ്മൾ ഒരു കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു പാർട്ടിക്ക് ആരാണോ ബ്രീച്ച് നടത്തിയത് അതിലെ ഓപ്പോസിറ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് റിസൈൻ ചെയ്യാൻ, ക്യാൻസൽ ചെയ്യാനുള്ള അവസരമുണ്ട്. തുടർന്നുള്ള പെർഫോമൻസ് നിരസിക്കാനുള്ള അവസരമുണ്ട്. ക്യാൻസൽ ചെയ്യുകയും ഇപ്പോൾ പകുതി വരെ പെർഫോമൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പെർഫോമൻസ് ചെയ്യാതിരിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ക്യാൻസൽ ചെയ്യുമ്പോൾ, റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ അഗ്രീവ്ഡ് പാർട്ടി അല്ലെങ്കിൽ ഇഞ്ചോർഡ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അങ്ങോട്ടുള്ള ഒബ്ലിഗേഷനിൽ നിന്നും ഫ്രീ ആവുകയാണ് ചെയ്യപ്പെടുന്നത്. എ പേഴ്സൺ ഹു റൈറ്റ്ലി റിസൈൻ കോൺട്രാക്ട് ഈസ് എൻറ്റൈറ്റിൽഡ് കോമ്പൻസേഷൻ ഫോർ എനി ഡാമേജ് വിച്ച് ഹി ഹാസ് സസ്റ്റൈൻഡ്. ഒരു വ്യക്തി ശരിയായ തോതിൽ റിസൈൻ ചെയ്ത വ്യക്തി, അതിൻ്റെ കറക്റ്റ് മാനറിൽ റിസൈൻ ചെയ്ത കോൺട്രാക്റ്റ് റിസൈൻ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം റിസൈൻ ചെയ്യാനുള്ള അവകാശം മാത്രമല്ല ലഭിക്കുന്നത്, മറിച്ച് അവർക്കുണ്ടായിട്ടുള്ള ഡാമേജിന് തത്തുല്യമായിട്ടുള്ള കോമ്പൻസേഷനുള്ള റിസീവ് ചെയ്യുന്നതിനുള്ള അവകാശം കൂടെ ലഭിക്കുന്നതായിരിക്കും. എ ബിക്ക് ഏതാനും ഗുഡ്സ് സപ്ലൈ ചെയ്യാമെന്നും ബി അതിന് തത്തുല്യമായ എമൗണ്ട് തിരിച്ചു നൽകാമെന്നും പറഞ്ഞുകൊണ്ട് കരാറിൽ ഏർപ്പെടുന്നു. പക്ഷേ പിന്നീട് എ സമയത്തിന് ആവശ്യമുള്ള ഗുഡ്സ് സപ്ലൈ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ബിക്ക് തിരിച്ച് ബി ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടി, അതായത് പ്രൈസ് പേ ചെയ്യാന്ന് പറയുന്ന ആക്ടിവിറ്റി ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്ക് എന്ത് ചെയ്യാം? ആ ഒരു കോൺട്രാക്റ്റ് റിസൈൻ ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അതോടൊപ്പം തന്നെ അയാൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള കോമ്പൻസേഷന് വേണ്ടി സ്യൂ ചെയ്യുകയും ചെയ്യാം. റെസ്റ്റിറ്റ്യൂഷൻ. ഇപ്പം ഇങ്ങനെ കോൺട്രാക്റ്റ് റിസൈൻ ചെയ്യുമ്പം അത് റെസിഷൻ നടത്തുന്ന പാർട്ടി ആരാണോ, അതായത് ക്യാൻസൽ ചെയ്യുന്നത് ആരാണോ, അവർക്ക് നേരത്തെ മറ്റേ പാർട്ടിയിൽ നിന്നും വല്ല ബെനിഫിറ്റും റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് റെസ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട്, അങ്ങനെ തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ കേസസ് വെയർ കോർട്ട് മേ റെഫ്യൂസ് റെസിഷൻ. റെസിഷന് കോർട്ട് റെഫ്യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ സാധാരണഗതിയിൽ പ്ലെയിൻറ്റിഫ്, അതായത് അഗ്രീവ്ഡ് പാർട്ടി ഇഞ്ചോർഡ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺട്രാക്റ്റ് വോയിഡബിൾ ആണെങ്കിൽ, അവരുടെ ഓപ്ഷൻ പ്രകാരം കോൺട്രാക്റ്റ് വോയിഡബിൾ ആണെങ്കിൽ അത് കോടതി റെസിഷൻ അനുവദിച്ചു കൊടുക്കും.
ഇനി അത് അനുവദിക്കപ്പെടാത്ത കോടതി ഇത് നിരസിക്കപ്പെടുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. The court may, however, refuse to resign the contract where the plaintiff has expressly or impliedly ratified the contract. അത് എക്സ്പ്രസ്ലി അല്ലെങ്കിൽ ഇംപ്ലൈഡ്ലി ആ ഒരു കോൺട്രാക്റ്റ് ഈ പറയുന്ന പ്ലെയിൻറ്റിഫ് റാറ്റിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ ആ കോൺട്രാക്റ്റ് പിന്നീട് ഈ പറയുന്ന പ്ലെയിൻറ്റിഫിനെ സംബന്ധിച്ചിടത്തോളം റിസൈൻ ചെയ്യാൻ പറ്റില്ല, ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എക്സ് ഒരു കമ്പനിയിൽ നിന്നും ഏതാനും ഷെയർസ് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന ഒരു മിസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് ആ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചും ആ ഒരു പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ എക്സ് മനസ്സിലാക്കുന്നു. പക്ഷെ എന്നിട്ടും എക്സ് ആ കമ്പനിയിൽ നിന്നും ആ ഷെയറിന്മേൽ കിട്ടാനുള്ള ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്നു, അതിന് ബാക്കി കൊടുക്കാനുള്ള കോൾസ് പേയ്മെൻറ്റുകൾ നടത്തുന്നു, അതിൻ്റെ ജനറൽ മീറ്റിങ്ങിൽ വോട്ട് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മിസ് സ്റ്റേറ്റ്മെൻറ്റും മറ്റും അയാൾ അംഗീകരിച്ച് കൊടുത്തതിന്, റാറ്റിഫൈ ചെയ്തതിന് തുല്യമാണ്. അപ്പം അന്നേരത്ത് പിന്നീട് ഈ ഒരു ഇഷ്യൂ പറഞ്ഞിട്ട് ഈ പറയുന്ന പാർട്ടിക്ക് ആ ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ കോടതി അനുവദിച്ചു കൊടുക്കുന്നതല്ല, ക്യാൻസലേഷൻ അനുവദിച്ചു കൊടുക്കുന്നതല്ല. Then owing to change of circumstances, the party cannot be restored to their original position. സാഹചര്യങ്ങൾ മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടീസിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ ഒറിജിനൽ പൊസിഷനിലേക്ക്, പഴയ പൊസിഷനിലേക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല അവർ. അങ്ങനെയുള്ള സിറ്റുവേഷനിലും നമ്മൾ റെസിഷൻ കോടതി അലോ ചെയ്യില്ല. വേറെ തേർഡ് പാർട്ടി ഹാവ് ഡ്യൂറിങ് ദ സബ്സിസ്റ്റൻസ് ഓഫ് ദി കോൺട്രാക്ട് അക്വയർഡ് റൈറ്റ്സ് ഇൻ ഗുഡ് ഫെയ്ത്ത്. കോൺട്രാക്റ്റിലുള്ള ഒരു പാർട്ടി അല്ലാത്ത മൂന്നാമതൊരു പാർട്ടി, തേർഡ് പാർട്ടി ഈ ഒരു കോൺട്രാക്റ്റ് നിലനിൽക്കുന്ന സമയത്ത് അതിന്മേൽ ശരിയായ നേരായ വിധത്തിൽ ഗുഡ് ഫെയ്ത്തിൽ എന്തെങ്കിലും ഒരു റൈറ്റ് അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് പിന്നീട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എക്സ് വൈൻ്റെ അടുത്ത് ഫ്രോഡുലൻ്റ്ലി ഒരു റിങ് വാങ്ങിച്ചു. അപ്പം ഈ ഫ്രോഡ് പിന്നീട് തിരിച്ചറിയുന്ന സമയത്ത് മറ്റു വൈക്ക് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ ഈ ഒരു റിങ് എക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, സെഡിൻ്റെ അടുത്ത് പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട്, പണയം വെച്ചിട്ടുണ്ട്. അത് നേരായ കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിന് തത്തുല്യമായ എമൗണ്ട് സെഡ് പേ ചെയ്തിട്ടുമുണ്ട്. അപ്പം അന്നേരത്ത് ഈ റിങ് സെഡിൻ്റെ കൈവശമാണ് ഇരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ അപ്പോൾ സെഡും എക്സും നടന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ ശരിയായ രീതിയിലാണ്. സെഡ് അവിടെ തേർഡ് പാർട്ടിയാണ്. സെഡിന് ഈ പറയുന്ന റിങ്ങിന്മേൽ ഒരു റൈറ്റ് വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ വൈനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ആ ക്യാൻസലേഷൻ കോടതി അനുവദിച്ചു കൊടുക്കുന്നതല്ല. വേർ ഓൺലി എ പാർട്ട് ഓഫ് ദ കോൺട്രാക്ട് ഈസ് സോട്ട് ടു ബി റിസൈൻഡ് ആൻഡ് സച്ച് പാർട്ട് ഈസ് നോട്ട് സെപ്പറബിൾ ഫ്രം ദ റെസ്റ്റ് ഓഫ് ദി കോൺട്രാക്ട്. നമുക്ക് ആ കോൺട്രാക്റ്റിൻ്റെ ഒരു പാർട്ട് മാത്രമേ നമുക്ക് റിസൈൻ ചെയ്യേണ്ടതുള്ളൂ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ റിസൈൻ ചെയ്യേണ്ട പാർട്ടിനെ മാത്രം അതിൽ നിന്ന് മുറിച്ച് വേർപ്പെടുത്താൻ പറ്റുന്നില്ല, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതും അവിടെയും കോടതി റിസഷൻ അലോ ചെയ്യുന്നതല്ല. ദെൻ സ്യൂട്ട് ഫോർ ഡാമേജസ്. രണ്ടാമത്തെ റെമഡിയാണ്, വെൻ കോൺട്രാക്ട് ഈസ് ബ്രോക്കൺ ദ ഇൻജേർഡ് പാർട്ടി ക്യാൻ ക്ലെയിം ദ ഡാമേജസ് ഫ്രം ദി അതർ പാർട്ടി. കോൺട്രാക്ട് ബ്രോക്കൺ ചെയ്താൽ ഇൻജേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം, മറ്റേ പാർട്ടിയിൽ നിന്നും ഡാമേജസ് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് ദ മോണിറ്ററി കോമ്പൻസേഷൻ ഫോർ ദ ലോസ് സസ്റ്റെയിൻഡ് ബൈ ദി ഇൻജേർഡ് പാർട്ടി. ഈ ഒരു ഒബ്ലിഗേഷൻ പെർഫോം ചെയ്യാതിരിക്കുന്നത് മൂലം ഇൻജേർഡ് പാർട്ടി സഹിക്കുന്ന ലോസിനുള്ള മോണിറ്ററി കോമ്പൻസേഷനാണ് ഈ പറയുന്ന ഡാമേജസ്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുമായിരുന്നെങ്കിൽ ഏത് ഫിനാൻഷ്യൽ പൊസിഷനിലാണോ നമ്മൾ ഇൻജേർഡ് പാർട്ടി ഉണ്ടാവുമായിരുന്നത് ആ പൊസിഷനിലേക്ക് അവർ എത്തിക്കുക എന്നുള്ളതാണ്. The object of awarding damages for the breach of contract is to put the injured party in the same financial position as if the contract had been performed. അപ്പോൾ ഡാമേജസ് നമ്മൾ അവോർഡ് ചെയ്യുന്നത് ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ബ്രീച്ചിൽ നിന്നും നാച്ചുറലി എറോസ് ചെയ്യുന്ന ലോസസിന് മാത്രമാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് റിമോട്ട് ആയിട്ടുള്ള ലോസുകൾക്ക് നമ്മൾ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡാമേജസ് കൊടുക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ച്, അതിൻ്റെ ലെവൽ അനുസരിച്ച് നമുക്ക് ഡാമേജസിൻ്റെ വിവിധ രൂപത്തിൽ പറയാവുന്നതാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാമേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ജനറൽ ഓർ ഓർഡിനറി ഡാമേജസ്, സ്പെഷ്യൽ ഡാമേജസ്, എക്സംപ്ലറി ഓർ പ്യൂണിറ്റീവ് ഓർ വിൻഡിക്റ്റീവ് ഡാമേജസ്, നോമിനൽ ഡാമേജസ്. ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജനറൽ ഓർ ഓർഡിനറി ഡാമേജസ്. ജനറൽ ഓർ ഓർഡിനറി ഡാമേജസ്. അപ്പോൾ കോൺട്രാക്റ്റ് ബ്രോക്കൺ ചെയ്യുമ്പം ഇൻജേർഡ് പാർട്ടിക്ക് ഏതാനും ഡാമേജസ് അല്ലെങ്കിൽ ലോസസ് സഫർ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഉണ്ടാകുമ്പോൾ സച്ച് വെൻ എ കോൺട്രാക്ട് ഹാസ് ബ്രോക്കൺ
ജനറൽ ഓർ ഓർഡിനറി ഡാമേജസ്. ഒരു കോൺട്രാക്റ്റ് ബ്രോക്കൺ ചെയ്യപ്പെടുമ്പോൾ ഇൻജേർഡ് പാർട്ടിക്ക് ഏതാനും ലോസസ് അല്ലെങ്കിൽ ഡാമേജ് സംഭവിക്കുന്നുണ്ട്, സഫർ ചെയ്യേണ്ടതായിട്ട് വരും. Such damages which arose naturally in the usual course of things from the breach itself are called ordinary or general damages. നമ്മൾ ഈ ഒരു കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്തുകൊണ്ട് മാത്രം അതിൻ്റെ സാധാരണഗതിയിൽ നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഡാമേജസിനെയാണ് നമ്മൾ ഓർഡിനറി ഓർ ജനറൽ ഡാമേജസ് എന്ന് പറയുക. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്തതിൽ നിന്നും ഉണ്ടായിട്ടുള്ള കോൺസിക്വൻസസിന് മാത്രം, ആ ഒരു കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ നിന്നും മാത്രം ഉണ്ടായിട്ടുള്ള കോൺസിക്വൻസസിന് അവോയ്ഡ് ചെയ്യുന്നതാണ് എന്ത്, ഓർഡിനറി ഓർ ജനറൽ ഡാമേജസ്. അപ്പോൾ ഇത് അഗ്രീവ്ഡ് പാർട്ടി സഫർ ചെയ്തിട്ടുള്ള ആക്ച്വൽ ലോസിനെയാണ് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ഒരു ബ്രീച്ച് നടന്ന ഡേറ്റിൽ ഉണ്ടായിട്ടുള്ള പ്രിവെയിലിംഗ് സർക്കംസ്റ്റൻസസ്, നിലവിലുള്ള സർക്കംസ്റ്റൻസസ് ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ്. അല്ലാതെ ആ സർക്കംസ്റ്റൻസസിൽ പിന്നീട് ഉണ്ടായിട്ടുള്ള സബ്സീക്വൻ്റ് ആയിട്ടുള്ള വന്നുള്ള മാറ്റത്തെ ബേസ് ചെയ്തിട്ടല്ല എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ഡാമേജസ് ആണ്. ഇപ്പം നമ്മൾ there are damages which results from a breach of contract under some special or unusual circumstances. ചില പ്രത്യേക സാഹചര്യത്തിൽ, അൺയൂഷ്വലുള്ള അസാധാരണമായ സാഹചര്യത്തിൽ കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ. അപ്പോൾ അത്തരം ഡാമേജസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ രണ്ട് പാർട്ടീസിനും ഈ സ്പെഷ്യൽ സർക്കംസ്റ്റൻസിനെ കുറിച്ച് അറിവുണ്ട് എങ്കിൽ ഇത്തരം ഒരു ബ്രീച്ചിൽ നിന്ന് ഉണ്ടാകുന്ന നഷ്ടത്തിന് ജനറൽ ഡാമേജസിന് പുറമേ അഗ്രീവ്ഡ് പാർട്ടിക്ക് സ്പെഷ്യൽ ഡാമേജും കൂടെ ക്ലെയിം ചെയ്യാവുന്നതാണ് പറയുന്നത്. In these damages, the aggrieved party may claim, besides general damages, for any loss he has suffered due to special circumstances known to both the parties at the time of contracting. ഫോർ എക്സാമ്പിൾ, എ ബിൻ്റെ അടുത്തുനിന്ന് 6000 രൂപയ്ക്ക് 10 വുഡൻ ചെയർ വാങ്ങിക്കുക എന്നുള്ള കരാറിൽ ഏർപ്പെട്ടു. ബി അത് മാർച്ച് 10 സപ്ലൈ ചെയ്യാമെന്ന് ഏറ്റു. പക്ഷെ പിന്നീട് ബി വാക്ക് ലംഘിച്ചു. എനെ സംബന്ധിച്ചിടത്തോളം വുഡൻ ചെയർ ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് എ അത് അന്നേരത്ത് മാർക്കറ്റിൽ നിന്നും അവൈലബിൾ ആയിട്ട് വാങ്ങിച്ചു. 7500 രൂപ വെച്ചിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ അന്നേരത്ത് ഈ ഒരു കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തത് മൂലം എക്കുണ്ടായ നഷ്ടം എത്രയാണ്? 6000-ന് കിട്ടുന്ന സാധനം 7500-നാണ് കിട്ടിയത്. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1500 രൂപയാണ്. അപ്പോൾ ആ 1500 രൂപയാണ് അവിടുത്തെ ജനറൽ ഡാമേജ് എന്ന് പറയുന്നത്. അത് ആര് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്? ബി അവർക്ക് എക്ക് കൊടുക്കാൻ ബാധ്യസ്ഥനാണെന്നാണ് പറയുന്നത്. Then special damages. There are damages which results from breach of contract under some special or unusual circumstances. ചില പ്രത്യേക സാഹചര്യം മൂലം, അസാധാരണമായ സാഹചര്യത്തിൽ നിന്നും ഒരു കോൺട്രാക്ട് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏതാനും ഡാമേജസ് ഉണ്ട്. ഇത്തരം ഡാമേജസിൽ അഗ്രീവ്ഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ രണ്ട് പാർട്ടിക്കും ഈ സ്പെഷ്യൽ സർക്കംസ്റ്റൻസിനെ കുറിച്ച് അറിവുണ്ട് എങ്കിൽ അഗ്രീവ്ഡ് പാർട്ടിക്ക് അവർക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടത്തിന് ജനറൽ ഡാമേജസിന് പുറമെ സം സ്പെഷ്യൽ ഡാമേജും കൂടെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻ ദീസ് ഡാമേജസ് ദ അഗ്രീവ്ഡ് പാർട്ടി മേ ക്ലെയിം ബിസൈഡ്സ് ജനറൽ ഡാമേജസ് ഫോർ എനി ലോസ് ഹി ഹാസ് സഫേർഡ് ഡ്യൂ ടു സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ് നോൺ ടു ബോത്ത് ദ പാർട്ടീസ് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട്. കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിനെക്കുറിച്ച് അറിവ് രണ്ടു കൂട്ടർക്കും ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പം സ്പെഷ്യൽ ഡാമേജസ് ക്ലെയിം ചെയ്യേണ്ടത് നമുക്ക് ആരുടെ അടുത്തു നിന്നാണോ ആ വ്യക്തിക്ക് ഈ ഒരു സ്പെഷ്യൽ സർക്കംസ്റ്റൻസിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. അതായത് ബ്രീച്ച് വരുത്തിയ ആളുടെ അടുത്താണ് നമ്മൾ എന്ത് വാങ്ങിക്കുക? സ്പെഷ്യൽ ഡാമേജസ് നമുക്ക് വാങ്ങിക്കേണ്ടതായിട്ട് വരാം. അപ്പൊ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തിനെ കുറിച്ച് അറിവുണ്ടാവണം? ഈ സ്പെഷ്യൽ സർക്കംസ്റ്റൻസിനെ കുറിച്ച് അറിവുണ്ടാവണം. അയാൾക്ക് അതിനെക്കുറിച്ച് അറിവില്ല എങ്കിൽ അയാൾ ആൻസറബിൾ അല്ല. ഓക്കെ. അതുപോലെ തന്നെ സ്പെഷ്യൽ സർക്കംസ്റ്റൻസസിന് നമ്മൾ ഇത് ഈ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തതിന് ശേഷം സബ്സീക്വന്റ് ആയിട്ടാണ് ഇതിനെ കുറിച്ച് അറിവ് വരുന്നതെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു ലയബിലിറ്റി ഇല്ല. ഇഫ് ഹി ഹാഡ് നോ നോളജ് ഹി ഈസ് നോട്ട് ആൻസറബിൾ. നോളജ് ഓഫ് ദി സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ് മസ്റ്റ് ബി ഓൺ ദ ഡേറ്റ് ഓഫ് കോൺട്രാക്ട്. കോൺട്രാക്ട് ഡേറ്റിൽ തന്നെ ഇതിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടായിരിക്കണം. സബ്സീക്വന്റ് നോളജ് ഓഫ് സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ലയബിലിറ്റി. പിന്നീട് ഉണ്ടാകുന്ന അറിവ് ഒരു ലയബിലിറ്റിയും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, കുറച്ച് ഗുഡ്സ് ഒരു പാർസൽ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തു.
എന്നിട്ട് പറഞ്ഞു ഒരു എക്സിബിഷൻ നടക്കുന്ന ഒരു പ്ലേസ്, ആ ഒരു പ്ലേസിലേക്കാണ് ഇത് എത്തിക്കേണ്ടതെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ആ പാർസൽ ഓഫീസിലെ ക്ലർക്കിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതായത് ആ ഒരു എക്സിബിഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു പ്രത്യേക ഡേറ്റ് പറഞ്ഞ് ആ ഒരു ഡേറ്റിനുള്ളിൽ തന്നെ ഈ ഒരു ഗുഡ്സ് അവിടെ എത്തിയെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് കാര്യമുള്ളൂ, അല്ല എങ്കിൽ സ്പെഷ്യൽ ലോസ് ഉണ്ടാവും എന്നുള്ളത് പ്രത്യേകം ഇൻഫോം ചെയ്തിട്ടുമുണ്ട്. പക്ഷെ എന്നിട്ടും ഇത് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ഗുഡ്സ് എത്തിയിട്ടുള്ളത് എങ്കിൽ നമ്മുടെ എനെ സംബന്ധിച്ചിടത്തോളം ജനറൽ ഡാമേജസിന് പുറമെ സ്പെഷ്യൽ ഡാമേജസ് ക്ലെയിം ചെയ്യാവുന്നതാണ്. Then exemplary or punitive or vindictive damages. ഇത് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് with a view to punishing the guilty party for the breach and not with the idea of awarding compensation to the injured party. കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ള ആശയത്തോടെ കൂടിയിട്ടല്ല, മറിച്ച് തെറ്റ് വരുത്തിയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബ്രീച്ച് വരുത്തിയ പാർട്ടിയെ ഒന്ന് പണിഷ് ചെയ്യുക എന്നുള്ളൊരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് കൊടുക്കുന്നതാണ് ഏത് എക്സംപ്ലറി ഓർ പ്യൂണിറ്റീവ് ഓർ വിൻഡിക്റ്റീവ് ഡാമേജസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡാമേജസ് സോ ദീസ് ഡാമേജസ് ആർ ഗ്രാൻഡഡ് ഫോർ ഇൻജോർഡ് ഫീലിംഗ് സഫറിങ് എക്സെട്ര. ആ ഇൻജോർഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള അവർ സഹിച്ചിട്ടുള്ളതിൻ്റെ അവരുടെ ഫീലിങ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഡാമേജസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സംപ്ലറി ഡാമേജസ് ലോ ഓഫ് കോൺട്രാക്റ്റിന്റെ പരിധിയിൽ വരുന്നില്ല ശരിക്കും, ബിക്കോസ് ദേ ആർ പ്യൂണിറ്റീവ് ഇൻ നേച്ചർ. ലോ ഓഫ് കോൺട്രാക്ട് പ്രകാരം ആരെയും പണിഷ് ചെയ്യാൻ പറയുന്നില്ല, അവിടെ എപ്പോഴും കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ള പർപ്പസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എക്സംപ്ലറി ഡാമേജസിന് ലോ ഓഫ് കോൺട്രാക്റ്റിൽ സ്ഥാനമില്ല, കാരണം അത് പ്യൂണിറ്റീവ് ശിക്ഷ കൊടുക്കുക എന്നുള്ള ഒരു നേച്ചർ അതിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ എന്നാലും ചില സാഹചര്യത്തിൽ കോടതി ഈ എക്സംപ്ലറി ഡാമേജസ് അലോ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് എപ്പോഴൊക്കെയാന്ന് നോക്കാം. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ടു മാരി ചെയ്യാനുള്ള കോൺട്രാക്ട് ബ്രീച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആ പാർട്ടിക്ക് ഇൻജോർഡ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന ഫീലിങ്സ് എത്ര മാത്രം ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡാമേജിന്റെ എമൗണ്ട് വരിക. The amount of damage will depend upon the extent of injury to the party's feeling. Extent of injury to the party's feeling. Then dishonor of a check by a banker. ഇപ്പം നമ്മൾ ഡിസോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ചെക്ക് അലോ ചെയ്തു, ചെക്ക് എഴുതി കൊടുത്തു, എന്നിട്ട് അയാളുടെ ചെക്ക് കളക്ഷന് വേണ്ടിയിട്ട് മറ്റേ പാർട്ടി ചെക്ക് കളക്ഷന് വേണ്ടിയിട്ട് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അയാളുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല എങ്കിലോ ഒക്കെ ബാങ്ക് തിരിച്ചയക്കുന്നതിനെയാണ് നമ്മൾ ഡിസോണർ എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒരാളുടെ അക്കൗണ്ടിൽ വേണ്ടത്ര പണം ഉണ്ട്, എന്നിട്ട് പോലും മിസ്റ്റേക്ക് മൂലം ബാങ്കർ അയാൾ എഴുതി കൊടുത്ത ഒരു ചെക്ക് ഡിസോണർ ആക്കി, തീർച്ചയായിട്ടും അയാളുടെ സ്റ്റാറ്റസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അത്തരം സന്ദർഭങ്ങളിലും ഈ പറയുന്ന എക്സംപ്ലറി ഓർ പ്യൂണിറ്റീവ് വിൻഡിക്റ്റീവ് ഡാമേജസ് കോടതി അലോ ചെയ്യുന്നതാണ്. ഡിസോണർ ഓഫ് എ ചെക്ക് ബൈ എ ബാങ്കർ വേർ ദർ ആർ സഫിഷ്യന്റ് ഫണ്ട്സ് ടു ദ ക്രെഡിറ്റ് ഓഫ് ദ കസ്റ്റമർ. കസ്റ്റമറുടെ അക്കൗണ്ടിൽ വേണ്ടത്ര ഫണ്ട് ഉണ്ട് എന്നിട്ടാണ് ഡിസോണർ വരുത്തിയിരിക്കുന്നത്. അപ്പം ഇതിന്റെ ഡാമേജസിന്റെ എമൗണ്ട് എങ്ങനെയായിരിക്കും വരിക? ആ ഒരു ഡിസോണർ സംഭവിച്ചിട്ടുള്ള വ്യക്തിയുടെ സ്റ്റാറ്റസ് എന്തുമാത്രം ഉണ്ടോ അതിനെ ബേസ് ചെയ്തിരിക്കും. അതായത് ഹയസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ ഡാമേജ് ക്ലെയിം ചെയ്യാം, അത് കുറച്ചും കൂടി ബിലോ ആയിട്ടുള്ളവർക്ക് അതിനനുസരിച്ച് ക്ലെയിം ചെയ്യാം. ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് ഡാമേജസ് വിൽ ഡിഫർ according to the status of the party. The court may award exemplary damages. Then nominal damages, പേരിന് മാത്രം നാമമാത്രമായിട്ടുള്ള damages. These damages are awarded simply to recognize the right of party to claim damages for the breach of contract. ഒരു കോൺട്രാക്ട് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡാമേജ് ക്ലെയിം ചെയ്യാനുള്ള ഒരു റൈറ്റ് ഒക്കെ പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്ന ഡാമേജ് മാത്രമാണ് ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദിസ് ഈസ് ദ കേസ് വെയർ ഓൺലി എ ടെക്നിക്കൽ വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ് ബട്ട് നോ സബ്സ്റ്റാൻഷ്യൽ ലോസ് ഈസ് ദർ. വേണ്ടത്ര നഷ്ടമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല, അല്ല ലീഗൽ റൈറ്റിന്റെ ഒരു ചെറിയൊരു ടെക്നിക്കൽ വയലേഷൻ മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ, വലിയ നഷ്ടമൊന്നുമില്ല. അപ്പൊ നോമിനൽ ഡാമേജസ് ആർ ഓൺലി നോമിനൽ ഇൻ വാല്യൂ, പേരിന് മാത്രമായിരിക്കും ചെറിയൊരു എമൗണ്ട്, നാമമാത്രമായിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നോമിനൽ ഡാമേജസ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്തുകൂടെ പറയാറുണ്ട്, കണ്ടംപ്ച്വസ് ഡാമേജസ് എന്നുകൂടെ ഇതിനെ വിളിക്കാറുണ്ട്. The court may or may not award these nominal damages. കോർട്ടിന് ഈ നോമിനൽ ഡാമേജസ് അവോർഡ് ചെയ്യുകയോ അവോർഡ് ചെയ്യാതിരിക്കുകയോ ചെയ്യും. Then liquidated damages and penalty. ഡാമേജസ് പറയുമ്പോൾ അതിൻ്റെ കൂടെ പറയേണ്ട രണ്ട് ടേംസ് ആണ്. ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ ആ കോൺട്രാക്റ്റിൻ്റെ ബ്രീച്ച് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായേക്കാവുന്ന ലോസ് എത്രയാണെന്നുള്ളത്, അതിൻ്റെ പ്രോബബിൾ ലോസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫെയർ ആൻഡ് ഹോണസ്റ്റ്ലി
ജെനുവിൻലി നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രീ എസ്റ്റിമേറ്റ് ചെയ്യുന്നു, നേരത്തെ എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് അതിന് തത്തുല്യമായിട്ടുള്ള ഒരു എമൗണ്ട് രണ്ട് കൂട്ടരും സമ്മതിച്ച് വെക്കുന്നു. ഇൻ കേസ് ബ്രീച്ച് ഉണ്ടാവുകയാണെങ്കിൽ ഇത്ര എമൗണ്ട് തന്നാൽ മതി എന്നുള്ളത് അവർ ഫിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഡാമേജസിനെയാണ് നമ്മൾ ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയുക. ഇറ്റ് ഈസ് ദ എമൗണ്ട് എഗ്രീഡ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ഇൻ കേസ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഈസ് ഇൻ ദ നേച്ചർ ഓഫ് എ ഫെയർ ആൻഡ് ഹോണസ്റ്റ് പ്രീ എസ്റ്റിമേഷൻ ഓഫ് പ്രോബബിൾ ഡാമേജസ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതിൻ്റെ, ഇങ്ങനെ ലിക്വിഡേറ്റഡ് ഡാമേജസ് ഫിക്സ് ചെയ്ത് വെക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പിന്നീട് ഡാമേജസിൻ്റെ എമൗണ്ട് എത്രയാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു അൺസർട്ടനിറ്റി ഒഴിവാക്കാം. ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ പിന്നെ ഡാമേജ് എത്രയാണ് എന്നുള്ളത് കണ്ടെത്തി അതിൻ്റെ എമൗണ്ട് ഫിക്സ് ചെയ്യുന്നിടത്തുള്ള ആ ഒരു അൺസർട്ടനിറ്റി നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ ടു അവോയ്ഡ് എക്സ്പെൻസസ് ഓഫ് പ്രൂവിങ് ഡാമേജസ് ഇൻ ദ കോർട്ട്. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ കോടതിയിൽ കേസായിട്ടുണ്ടാവും. നമ്മൾ അവിടെ പോയി അതൊക്കെ പ്രൂവ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഒത്തിരി ചിലവ് വരും. അപ്പോൾ ആ ചിലവുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നേരത്തെ തന്നെ കൃത്യമായിട്ട് പ്രോബബിൾ ലോസ് എസ്റ്റിമേറ്റ് ചെയ്ത് എമൗണ്ട് ഫിക്സ് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയാം. പെനാൽറ്റി ഇതുപോലെ തന്നെ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്യുന്ന എമൗണ്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ ഇതും ലിക്വിഡേറ്റഡ് ഡാമേജ് നമ്മളെ വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ പ്രോബബിൾ ലോസ് നമ്മളിവിടെ ജെന്യുവിൻ ആയിട്ടൊന്നും എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഡാമേജസിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആവണം എന്നില്ല പെനാൽറ്റി. ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു ഏകദേശം എമൗണ്ട് മാത്രമായിരിക്കും പെനാൽറ്റി ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്ന എമൗണ്ട്. എ പെനാൽറ്റി ഈസ് എ സം നെയിംഡ് ഇൻ ദ കോൺട്രാക്ട് അറ്റ് ദ ടൈം ഓഫ് ഇറ്റ്സ് ഫോർമേഷൻ. ഫോർമേഷൻ്റെ സമയത്ത് തന്നെയാണ് ഈ എമൗണ്ടും നമ്മൾ തീരുമാനിച്ചു വെക്കുന്നത്. വിച്ച് ഈസ് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ടു ദ ഡാമേജ് ലൈക്ലി ടു അക്വയർ ആസ് എ റിസൾട്ട് ഓഫ് ബ്രീച്ച്. ബ്രീച്ചിൻ്റെ ഫലമായിട്ടുണ്ടായേക്കാവുന്ന ഡാമേജിന് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാവാം. ഇത് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നത് ആ കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് ഒന്ന് സെക്യൂർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് നടന്ന് കിട്ടണം എന്നുള്ള ഒരു പർപ്പസോട് കൂടിയിട്ടാണ് നമ്മളിത് ഫിക്സ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഈ പെനാൽറ്റിയും ലിക്വിഡേറ്റഡ് ഡാമേജും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഇന്ത്യയിൽ റീസണബിൾ കോമ്പൻസേഷൻ മാത്രമേ കോടതി അലോ ചെയ്യാറുള്ളൂ. ദെൻ നമ്മളിപ്പം റെമഡീസാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റത്തത് റെസിഷൻ, രണ്ടാമത്തത് സ്യൂട്ട് ഫോർ ഡാമേജസ്, പിന്നെ ആ ഡാമേജസിൻ്റെ പല വിധം പറഞ്ഞു. ഇനി മൂന്നാമത്തെ റെമഡിയാണ് സ്യൂട്ട് അപ്പോൺ കോണ്ടം മെറിയൂട്ട്. കോണ്ടം മെറിയൂട്ട് ലിറ്ററലി മീൻസ് ആസ് മച്ച് ആസ് ഏൺ, എത്രത്തോളം ഏൺ ചെയ്തുവോ അത്രത്തോളം, ഓർ ഇൻ പ്രൊപ്പോർഷൻ ടു ദ വർക്ക് ഡൺ, വർക്ക് ഏൺ ചെയ്തതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു മീനിങ് വരുന്നത്. അപ്പോൾ ലീഗൽ സെൻസിൽ നമ്മൾ പറയുകയാണെങ്കിൽ പേയ്മെൻറ്റ് ഇൻ പ്രൊപ്പോർഷൻ ടു ദി വർക്ക് ഡൺ, ചെയ്ത വർക്കിന് തത്തുല്യമായിട്ടുള്ള പേയ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ ആ വാല്യൂവിൻ്റെ വർക്ക് ഡൺ ചെയ്തതിൻ്റെ റീസണബിൾ വാല്യൂവിൻ്റെ, അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്തതിൻ്റെ റീസണബിൾ വാല്യൂവിന് തത്തുല്യമായിട്ടുള്ള പേയ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, ദിസ് ഈസ് വെൻ എ പേഴ്സൺ ഹാസ് ഡൺ സം വർക്ക് അണ്ടർ എ കോൺട്രാക്ട് ആൻഡ് ദ അതർ പാർട്ടി റീപ്യുഡിയേറ്റ് ദ കോൺട്രാക്ട്. ഇപ്പോൾ ഒരു കോൺട്രാക്റ്റ് പ്രകാരം ആരെങ്കിലും ഒരാൾ അവരുടെ വർക്ക് ഡൺ ചെയ്യുകയും കുറച്ച് ചെയ്യുകയും പിന്നീട് ആ ഒരു കോൺട്രാക്റ്റ് മറ്റേ പാർട്ടി റീപ്യുഡിയേറ്റ് ചെയ്യുക, ക്യാൻസൽ ചെയ്യുകയും ചെയ്തു എന്ന് വെക്കുക. ഓർ സം ഇവൻറ്റ് ഹാപ്പൻസ് വിച്ച് മേക്സ് ദ ഫോർദർ പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്ട് ഇസ് ഇമ്പോസിബിൾ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ട് ആ ഒരു കോൺട്രാക്റ്റിൻ്റെ പിന്നീട് അങ്ങോട്ടുള്ള പെർഫോമൻസ് സാധ്യമല്ലാതെ വരിക എന്ന് വെക്കുക. അന്നേരത്ത് ദെൻ ദ പാർട്ടി ഹു ഹാസ് പെർഫോംഡ് ദ വർക്ക്, ആ വർക്ക് പെർഫോം ചെയ്ത ആൾ ആരാണോ അവർക്ക് ക്യാൻ ക്ലെയിം റെമ്യൂണറേഷൻ ഫോർ ദ വർക്ക് ഹി ഹാസ് ഓൾറെഡി ഡൺ. അങ്ങനെയുള്ള ആൾക്ക് അവർ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ ആ ഒരു വർക്കിന് തത്തുല്യമായിട്ടുള്ള റെമ്യൂണറേഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് ഈ ഒരു കോണ്ടം മെറിയൂട്ട്, സ്യൂട്ട് അപ്പോൺ കോണ്ടം മെറിയൂട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ക്ലെയിംസ് ഫോർ കോണ്ടം മെറിയൂട്ട് അറൈസസ് ഇൻ ദ ഫോളോയിങ് കേസസ്. എപ്പോഴൊക്കെയാണ് ഇത് അറൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒന്ന്, വെൻ എ കോൺട്രാക്ട് ഈസ് ഫൗണ്ട് ടു ബി വോയിഡ്. ഒരു കോൺട്രാക്റ്റ് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് കുഴപ്പമൊന്നുമില്ല, പിന്നീടാണ് നമ്മളത് അൺഎൻഫോഴ്സിബിൾ ആണ്, വോയിഡ് ആണെന്നുള്ള നമ്മൾ കണ്ടെത്തുന്നതെന്ന് വെക്കുക. അത് എന്തെങ്കിലും ടെക്നിക്കൽ റീസൺസോ മറ്റോ ആവും. അപ്പോൾ അന്നേരത്ത് അത് കണ്ടെത്തുന്ന സമയത്ത് ആ കണ്ടെത്തുന്നത് വരേക്ക് അതിലുള്ള പാർട്ടീസ് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വർക്ക് പെർഫോം ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്നും ബെനിഫിറ്റ് ആരാണോ റിസീവ് ചെയ്തത് അവർക്ക് ആ ബെനിഫിറ്റ് റീസ്റ്റോർ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അതിന് തത്തുല്യമായ കോമ്പൻസേഷൻ കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം എം എന്ന് പറയുന്ന ഒരാളെ ഒരു കമ്പനിയിൽ മാനേജറായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിസിൽ, അപ്പോൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു എമ്മിനെ അപ്പോയിൻറ്റ് ചെയ്ത പാർട്ടീസ്, ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ഇയാൾ അപ്പോയിൻറ്റ് ചെയ്യാൻ മാത്രം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരല്ല, അൺക്വാളിഫൈഡ് ആയിട്ടുള്ളവരായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു കോൺട്രാക്റ്റ് വോയിഡാണ്.
അപ്പോൾ അന്നേരത്ത് കുറച്ച് കാലം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളോളം ഇയാൾ മാനേജറായിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാകും. അയാൾ അതായത് കമ്പനിക്ക് ഏതായാലും കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, കമ്പനി കുറച്ച് ബെനിഫിറ്റ് റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് അയാൾ ചെയ്ത വർക്കിന് തത്തുല്യമായിട്ട് എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും? റെമ്യൂണറേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും എന്നാണ് ഇവിടെ പറയുന്നത്. കോൺട്രാക്റ്റ് വോയിഡ് ആണെങ്കിൽ കൂടിയും ചെയ്തത് വരേക്കുള്ള വർക്കിന് നമ്മൾ പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ട് വരും. ദെൻ വെൻ സംതിങ് ഈസ് ഡൺ വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ടു ഡു സോ ഗ്രാറ്റുറ്റോusly. ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് റിസീവ് ചെയ്യണം, ഗ്രാറ്റുറ്റോusly അല്ല, അതായത് ഒരാൾക്ക് സേവനം എന്നുള്ള നിലക്ക് ചെയ്തതൊന്നല്ല, എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് എന്തെങ്കിലും സാധനം കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണോ ആ വർക്ക് കൊണ്ട് ഉള്ള ബെനിഫിറ്റ് റിസീവ് ചെയ്ത ആൾ, അല്ലെങ്കിൽ ആരാണോ ആ സാധനം കൈപ്പറ്റി അതിൻ്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്ത ആൾ, ആ വ്യക്തി അതിന് വേണ്ട പേയ്മെൻറ്റുകൾ കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്നാണ് പറയുന്നത്. When where a person does some work for or delivers something to another person with the intention of receiving payment for the same, then the such other person is bound to make payment if he accepts such services or goods or enjoys the benefit. Then വെൻ എ കോൺട്രാക്റ്റ് ഈസ് ഡിവിസിബിൾ, ഒരു കോൺട്രാക്റ്റ് ഡിവിസിബിൾ ആണെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് നമുക്ക് അതിൻ്റെ മൂല്യം ചെയ്തത് വരേക്കുള്ളതിൻ്റെ മൂല്യമൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആണെന്ന് വെക്കുക. അന്നേരത്ത് ഒരു പാർട്ട് പെർഫോമൻസ് വരെ നടന്നിട്ടുണ്ട് എങ്കിൽ ആ പാർട്ട് പെർഫോമൻസിൻ്റെ ബെനിഫിറ്റ് നമ്മുടെ ഡീഫാൾട്ട് വരുത്താത്ത പാർട്ടി എൻജോയ് ചെയ്തിട്ടുണ്ടാവും. അതായത് നമ്മുടെ അഗ്രീവ്ഡ് പാർട്ടി എന്ന് പറയുന്നവർ അത്രയും ഭാഗത്തിൻ്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത്രയും ഭാഗത്തിൽ നിന്ന് കൊടുക്കേണ്ടതായിട്ടുള്ള എമൗണ്ട് എത്ര വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഡീഫാൾട്ട് വരുത്തിയ പാർട്ടിക്ക്, അതായത് ബ്രീച്ച് വരുത്തിയ പാർട്ടിക്ക് കൊടുക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അത് കിട്ടാനുള്ള അവകാശം ഈ കോണ്ടം മെറിറ്റ് റൂള് പ്രകാരം അത് കിട്ടാനുള്ള അവകാശം ബ്രീച്ച് വരുത്തിയ പാർട്ടിക്ക് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ബിക്ക് 500 ബാഗ് സിമെൻറ്റ് സപ്ലൈ ചെയ്യാന്നുള്ള കരാറിൽ ഏർപ്പെട്ടു ഒക്ടോബർ 1 മുമ്പായിട്ട് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒക്ടോബർ 1 മുമ്പായിട്ട് ഒരു 200 ബാഗ് സിമെൻറ്റ് എ സപ്ലൈ ചെയ്തു. ബാക്കി അങ്ങോട്ട് എനെ കൊണ്ട് കൊടുക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ എ കൊടുത്തില്ല. അപ്പം കൊടുത്ത 200 ബാഗ് സിമെൻറ്റ് ബി വാങ്ങിച്ചു വെച്ചിട്ടുമുണ്ട്, ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ ഇവിടെ എ എന്ന് പറയുന്ന ആൾ കോൺട്രാക്റ്റ് ബ്രീച്ച് വരുത്തിയ ആളാണ്. പക്ഷെ എന്നിരുന്നാലും 200 ബാഗ് എന്നുള്ളൊരു ബെനിഫിറ്റ് ബി ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ബി റിസീവ് ചെയ്തിട്ടുണ്ട്. ബി ആണ് അഗ്രീവ്ഡ് പാർട്ടി എങ്കിൽ പോലും ആ 200 ബാഗിന് തത്തുല്യമായിട്ടുള്ള എമൗണ്ട് ആർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്? എക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എ ആണ് ഡീഫോൾട്ട് വരുത്തിയ പാർട്ടി എങ്കിൽ പോലും അതിന് തത്തുല്യമായിട്ടുള്ള എമൗണ്ട് റിസീവ് ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്നാണ് പറയുന്നത്. അത് കോണ്ടം മെറിറ്റ് പ്രിൻസിപ്പിൾ പ്രകാരമാണ് അത് കിട്ടുന്നത്. ദെൻ വെൻ വൺ പാർട്ടി അബാൻഡൻസ് ഓർ റെഫ്യൂസസ് ടു പെർഫോം ദ കോൺട്രാക്റ്റ്, ഏതെങ്കിലും ഒരു പാർട്ടി അവരുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടി പെർഫോം ചെയ്യുന്നത് നിരസിക്കുകയോ അല്ലെങ്കിൽ അത് അബാൻഡൺ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ മറ്റേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ വർക്ക് ചെയ്തത് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഭാഗത്തിന് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ കോണ്ടം മെറിറ്റ് പ്രകാരം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മന്ത്ലി മാഗസിൻ, ഒരു ഹെൽത്ത് മാഗസിൻ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കോളം എഴുതാൻ വേണ്ടിയിട്ട് ബി എന്ന് പറയുന്ന ഒരു ഡോക്ടറുമായിട്ട് അവർ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. 15,000 രൂപ ഫീസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത്. അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ മാഗസിൻ എന്ത് ചെയ്തു? അബാൻഡൻ ചെയ്യപ്പെട്ടു. അപ്പോൾ അന്നേരത്തെ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്, മുഴുവനായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും അയാൾ ചെയ്ത വർക്ക് വരേക്ക് അയാൾക്ക് എമൗണ്ട് അല്ലെങ്കിൽ കോമ്പൻസേഷൻ റെമ്യൂണറേഷൻ കിട്ടാനുള്ള അവകാശം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ വെൻ ആൻ ഇൻഡിവിസിബിൾ കോൺട്രാക്റ്റ് ഈസ് പെർഫോംഡ് ബാഡ്ലി, ഒരു ഇൻഡിവിസിബിൾ കോൺട്രാക്റ്റാണ്, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കോൺട്രാക്റ്റാണ്. പക്ഷെ അത് പൂർണ്ണമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, പക്ഷെ മോശമായിട്ടാണ് പെർഫോം ചെയ്തത് എങ്കിൽ അതിൻ്റെ മുഴുവൻ എമൗണ്ടും ഈ ബാഡായിട്ട് പെർഫോം ചെയ്ത ആൾക്ക് കിട്ടാനുള്ള അവകാശമുണ്ട്. എന്നാലും മറ്റേ സംബന്ധിച്ചിടത്തോളം, മറ്റേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ബാഡ് വർക്ക് എത്രയാണോ സംഭവിച്ചുള്ളത് അത്രയും എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് മാത്രമേ കൊടുക്കേണ്ടതായിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബീൻ്റെ ജ്വല്ലറി ഷോപ്പ് എന്ത് ചെയ്തു? ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബി കുറേ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു, അതനുസരിച്ചൊക്കെ തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞത്. അതിന് ബി ഒരു 60,000 രൂപ കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ വർക്കും ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ബിക്ക് കുറേ ഭാഗത്ത് ഫോൾട്ടി വർക്ക് കാണാൻ സാധിക്കുകയും മിസ്റ്റേക്സ് കാണാൻ സാധിക്കുകയും അങ്ങനെ അതൊക്കെ കൂടെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു 12,000 രൂപ അവർക്ക് ചിലവാവുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവിടെ മുഴുവൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എക്ക് പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എക്ക് കൊടുക്കാനുള്ള 60,000 രൂപയിൽ നിന്നും ഈ ബാഡ് വർക്ക് മൂലം ഉണ്ടായിട്ടുള്ള അഡീഷണൽ എക്സ്പെൻസ് 12,000 രൂപ ലെസ് ചെയ്തതിന് ശേഷം ഉള്ള ബാക്കി എമൗണ്ട് മാത്രം എക്ക് കൊടുത്താൽ മതിയാവുമെന്നാണ് പറയുന്നത്.
An indivisible contract for a lump sum has been completely performed but badly. The person performing it is entitled to claim the whole amount out. The other party can make a deduction for bad work. Then sued for specific performance of the contract. നാലാമത്തെ റെമഡിയാണ് സ്പെസിഫിക് പെർഫോമൻസ്. കോൺട്രാക്ട് ബ്രീച്ച് ഉണ്ടായി കഴിഞ്ഞാൽ സ്പെസിഫിക് പെർഫോമൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ സർട്ടൺ കേസസ് ചില സന്ദർഭങ്ങളിൽ ഡാമേജസ് ഒരു ആഡിക്വേറ്റ് റെമഡി ആവണമെന്നില്ല. ബ്രീച്ച് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു കോമ്പൻസേഷൻ കൊണ്ട് അതൊരു ആഡിക്വേറ്റ് റെമഡി ആയി മാറാത്ത കുറേ സിറ്റുവേഷൻസ് ഉണ്ടാകും. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ചിലപ്പം കോടതി സ്പെസിഫിക് പെർഫോമൻസ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് വരാം. അപ്പോൾ ഇൻ സച്ച് സർക്കംസ്റ്റൻസസ് ദ കോർട്ട് ഡിറക്ട്സ് ദ ഡീഫോൾട്ടിംഗ് പാർട്ടി, മിസ്റ്റേക്ക് വരുത്തിയ പാർട്ടി ആരാണോ അവരോട് കോടതി എന്ത് ആവശ്യപ്പെടാറുണ്ട്? ടു ക്യാരി ഔട്ട് ദ പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്ട് സ്പെസിഫിക്കലി, ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ ടേംസ് ഓഫ് ദ കോൺട്രാക്ട്. ആ കോൺട്രാക്റ്റിലെ ടേംസ് ഒക്കെ അനുസരിച്ച് തന്നെ സ്പെസിഫിക്കലി ആ കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോടതി ഡീഫോൾട്ടിംഗ് പാർട്ടിയോട് ഡയറക്റ്റ് ചെയ്യാറുണ്ട്. ഇതിനെയാണ് നമ്മൾ സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പെസിഫിക് പെർഫോമൻസ് എപ്പോഴും നമുക്കൊരു റൈറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാനൊന്നും പറ്റില്ല. കോൺട്രാക്ട് കാനോട്ട് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ്. അത് സ്പെസിഫിക് പെർഫോമൻസ് റിലീഫായിട്ട് ഗ്രാൻഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് കോടതിക്ക് തീരുമാനിക്കാവുന്നതാണ്. കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചാണ് അത് നടക്കുന്നത് എന്നുള്ളതാണ്. ദെൻ എപ്പോഴൊക്കെയാണ് സ്പെസിഫിക് പെർഫോമൻസിന് കോടതി ഓർഡർ ചെയ്യുന്നത് നോക്കാം. വേർ കോമ്പൻസേഷൻ ഇൻ മണി ഫോർ ഇറ്റ്സ് നോൺ പെർഫോമൻസ് വുഡ് നോട്ട് ആഡിക്വേറ്റ് റിലീഫ്. ഒരു ആഡിക്വേറ്റ് റിലീഫ് ആവുന്നില്ല. നമ്മുടെ പണരൂപത്തിൽ എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ആഡിക്വേറ്റ് റിലീഫ് ആവാത്ത സിറ്റുവേഷനിലാണ് നമ്മൾ കോടതി സ്പെസിഫിക് പെർഫോമൻസ് ഓർഡർ ചെയ്യാറുള്ളത്. പിന്നെയോ വേർ ദർ എക്സിസ്റ്റ് നോ സ്റ്റാൻഡേർഡ് ഫോർ അസർട്ടൈനിങ് ദ ആക്ച്വൽ ഡാമേജ്. ആക്ച്വൽ ഡാമേജ് അസർട്ടൈൻ ചെയ്യാൻ മാത്രം പറ്റിയ ഒരു സ്റ്റാൻഡേർഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഇങ്ങനത്തെ സിറ്റുവേഷൻ ആകുമ്പോൾ. പിന്നെ വെൻ ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് മോണിറ്ററി കൺസിഡറേഷൻ ഓൺ നോൺ പെർഫോമൻസ് ഓഫ് ദ ആക്ട് കനോട്ട് ബി ഒബ്റ്റൈൻഡ്. ഈ നോൺ പെർഫോമൻസിന് വേണ്ട മോണിറ്ററി കൺസിഡറേഷൻ കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെയൊക്കെ സ്പെസിഫിക് പെർഫോമൻസ് നടത്തണമെന്ന് ഡീഫോൾട്ടിംഗ് പാർട്ടിയോട് കോടതി ആവശ്യപ്പെടാറുണ്ട്. ദെൻ സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ. ഇത് ലാസ്റ്റ് റെമഡിയാണ്. ആൻ ഇൻജങ്ഷൻ ഈസ് എ കോർട്ട് ഓർഡർ. ഇൻജങ്ഷൻ എന്ന് പറയുമ്പോൾ കോടതി ഉത്തരവാണ്, നിരോധന ഉത്തരവ് എന്നൊക്കെ നമ്മൾ പറയും. ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി അപ്രോപ്രിയേറ്റ് ഇൻ കേസ് ഓഫ് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൻ്റെ സമയത്താണ് നമുക്കത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇൻ ദിസ് കേസിൽ വെൻ എ പാർട്ടി മേക്സ് എ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ബ്രീച്ച് വരുന്ന സമയത്ത് ദ ഇഞ്ചോർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം? അണ്ടർ സർട്ടൺ സർക്കംസ്റ്റൻസസ് അപ്ലൈ ടു ദ കോർട്ട് ഫോർ ഇഷ്യൂയിങ് ആൻ ഇൻജങ്ഷൻ. ഒരു ഇൻജങ്ഷൻ ഇഷ്യൂ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇഞ്ചോർഡ് പാർട്ടിക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് എ വ്യൂ ടു പ്രൊഹിബിറ്റിംഗ് ദ പാർട്ടി ഫ്രം മേക്കിംഗ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഓർ ഡൂയിങ് സംതിങ് എഗെയിൻസ്റ്റ് ദ ടേംസ് ഓഫ് കോൺട്രാക്റ്റ്. ഈ മറ്റേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരു കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യുന്നത് പ്രൊഹിബിറ്റ് ചെയ്യാൻ, അത് തടയുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വിട്ടുപോയതാണ്, ഓർ ഡൂയിങ് സംതിങ് എഗെയിൻസ്റ്റ് ദ ടേംസ് ഓഫ് കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിലെ ടേംസിന് അപ്പുറമായിട്ടുള്ള എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിൽ നിന്നോ അവരെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിരോധന ഉത്തരവ് പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാർട്ടിക്ക് എന്ത് ചെയ്യാവുന്നതാണ്? കോടതിയെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്തതിന് ശേഷം അതിനെ കോമ്പൻസേഷൻ വാങ്ങിക്കുകയോ മറ്റോ അല്ല ചെയ്യപ്പെടുന്നത്, അത് ഉണ്ടാവാതെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് ഒരു ആക്ട്രസ് ആണ്. എക്സ് വൈൻ്റെ ഫിലിമുകളിലായിട്ട് ഒരു വർഷം മുഴുവൻ ആക്ട് ചെയ്യാന്നുള്ള ഇതിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. വൈൻ്റെ ഫിലിംസിൽ മാത്രം, മറ്റൊരാളതിൽ ആക്ട് ചെയ്യില്ലെന്ന് പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. പക്ഷെ പിന്നീട് അതേ വർഷം തന്നെ എക്സ് എന്ത് ചെയ്യുന്നു? സെഡുമായിട്ട് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. അപ്പോൾ അത് അറിയുന്ന സമയത്ത് വൈക്ക് ഒരു ഇൻജങ്ഷൻ മുഖാന്തരം എക്സിനെ തടയാവുന്നതാണ്. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുമായിട്ടുള്ള ആ ഒരു കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യുന്നത് പ്രൊഹിബിറ്റ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസോട് കൂടിയിട്ട് അത് തടഞ്ഞുകൊണ്ട് അയാളുമായിട്ട് തന്നെ മറ്റേ പാർട്ടിയുടെ ആ ഒരു കോൺട്രാക്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻജങ്ഷനിലൂടെ അവരുടെ ആക്ടിവിറ്റിയെ തടയാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോക്കകത്ത് പറയാനുള്ളത്. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നേരത്തെ നമുക്ക് സ്പെഷ്യൽ കോൺട്രാക്ട്സ്, അതിൽ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വാല്യുബിൾ കമൻസ് താഴെ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ ജസ്റ്റ് ഓർമ്മപ്പെടുത്തുന്നു. ടിൽ ദെൻ ബൈ.